ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നതായിട്ടുള്ള ഒരു അസുഖമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ പലരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, ഹെപ്പറ്റൈറ്റിസ് എ വളരെയധികം സ്പ്രെഡ് ആവുന്നുണ്ട്, ഇപ്പോൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സോ ഹെപ്പറ്റൈറ്റിസ് എ എന്താണെന്നും എങ്ങനെയൊക്കെ വരും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഐറ്റിസ് എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്, ഐറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരളിനെ സാരമായിട്ട് ബാധിക്കുന്നത്, അത് ചെറുതായിക്കോട്ടെ, ചെറിയ രീതിയിലാവാം, ചിലപ്പം കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. നമുക്ക് അത് വേണമെങ്കിൽ മൈൽഡായിട്ട് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള രീതിയിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ 4000-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 10ഓളം മരണങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനെയാണ്. അപ്പോൾ കരളിനെ ബാധിക്കുന്നതായിട്ടുള്ള ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ് പടരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ മലിനമായിട്ടുള്ള ഒരു വൃത്തിയില്ലാത്ത വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിലൂടെയാണ് നമുക്കിത് വരാനുള്ള ചാൻസ് ഉള്ളത്. അതും പോരാതെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇത് വരാനുള്ള കൂടുതൽ കാരണം എന്ന് പറയുന്നത് നമ്മൾ ശുചിത്വമില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വൃത്തിയില്ലാത്ത സാധനങ്ങൾ കഴിക്കുക, കുടിക്കുക, ഇങ്ങനത്തേതിൽ കൂടി നമ്മൾ പേഴ്സണലായിട്ട് ഒരു ഹൈജീൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെ വരുന്നത്. പുവറായിട്ടുള്ള വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, ചൂടാക്കി തിളപ്പിക്കാത്ത വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുവർ ഓറൽ ഹൈജീൻ, നമ്മുടെ വായ അല്ലെങ്കിൽ നമ്മളുടെ ഹൈജീൻ ഇല്ലായ്മ ഒക്കെ കാരണമാണ് നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത്. അതുപോലെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഇതിനൊരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇത് എങ്ങനെയാണ്, അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 to 28 days ആണ്. ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡിന് ശേഷമായിരിക്കും നമുക്ക് കൂടുതലും സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ ഉള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയാണ്. ഇതിൽ നമുക്ക് സിംറ്റംസ് വരുന്നത് എന്താ വെച്ചാൽ പനി. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് നോർമലി ഫസ്റ്റ് തന്നെ വരുന്നൊരു സംഭവമാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ പനി വരാം, വിശപ്പില്ലായ്മ വരാം, അതുപോലെ മറ്റൊന്നാണ് നമുക്ക് ഓക്കാനം വരിക, അതുപോലെ തന്നെ വയറിളക്കം ഉണ്ടാകുക, പിന്നെ വയറിലൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും, മഞ്ഞപ്പിത്തം വന്നേക്കാം, നോസിയുടെ പറഞ്ഞ് നമ്മൾ ഓക്കാനം വരുന്നത് പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഓക്കാനം ഉണ്ടാവുക, വോമിറ്റിംഗ് ചെയ്യും, അതുപോലെ കണ്ണിലൊക്കെ മഞ്ഞപ്പ് ഉണ്ടാവും, നമ്മൾ മഞ്ഞപ്പിത്തം വരുന്നതായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനെ ലെഫ്റ്റ് അൺട്രീറ്റഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ കുറേ കാലം പോവുകയാണ്, ട്രീറ്റ്മെൻറ്റ് മര്യാദയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കരളിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അത് ചിലപ്പം നിങ്ങൾക്ക് വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മുടെ ഹെൽത്തിനെ തന്നെ വേഴ്സൺ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ അസുഖം വല്ലാതെ മുറിച്ച് മരണത്തിലേക്ക് പോകാൻ വരെ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തന്നെ അത് മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ഡോക്ടറിൻ്റെ ചികിത്സ നേടുക, ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തടയാൻ പറ്റും. തടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ശുചിത്വം പാലിക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്ന ഇപ്പോൾ ചെറിയ കടകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെറുത് വലുത് എന്നുള്ളതല്ല, ചില കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ തുറന്നിട്ടിട്ടായിരിക്കും ഭക്ഷണ സാധനങ്ങൾ വെച്ചിരിക്കുക. അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഈച്ചയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അൺഹൈജീനിക് രീതിയിലാണ് നമുക്ക് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളമായാലും കുടിക്കാതിരിക്കുക, മാക്സിമം ചൂടാക്കിയിട്ടുള്ള നല്ലൊരു ചൂടോടുകൂടെ വൃത്തിക്കുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ബോട്ടിലിൽ വെള്ളം നിറച്ച് എപ്പോഴും ഒന്ന് കരുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ യൂസിനായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ആയാലും അല്ലെങ്കിൽ എവിടെ ആയാലും ടോയ്ലറ്റിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. എപ്പോഴും നല്ല രീതിയിൽ ഹൈജീനിക്കായിട്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തുറന്നിട്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ നമുക്കിപ്പോൾ നമ്മുടെ കിണറാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ ടാങ്ക് പോലെ കെട്ടിയിട്ടുണ്ടാവും, അവിടെ വെള്ളം വാട്ടർ ഹാർവെസ്റ്റിംഗ് പോലെ തന്നെ വെള്ളം അവിടെ സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ തുറന്നിട്ടതായിട്ടുള്ള ടാങ്കുകൾ കാണാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അത് പ്രോപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലോറിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ് ആ വെള്ളം. അപ്പോൾ എപ്പോഴും ഹൈജീനിക്കായിട്ട് ആ വെള്ളം സോഴ്സുകളൊക്കെ അങ്ങനെ കിട്ടുന്ന വെള്ളങ്ങൾ, അല്ലെങ്കിൽ കിണർ അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കരുതുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതും ചൂടാക്കിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. എന്നാൽ അതിനെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് അതിനെ കുറച്ച് നേരം ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈ ഒരു അസുഖത്തിന് എന്നല്ല, ബാക്കി എന്തൊരു കണ്ടീഷൻ ആയാലും നമ്മൾ പറയുന്നത് പോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. തിളപ്പിച്ച് വീണ്ടും ചൂടാക്കി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കി കഴിക്കുന്ന ഒരവസ്ഥ, അത് പൊതുവേ എല്ലാ അസുഖങ്ങൾക്കും പറയുന്നതാണ്, ഇതിന് മാത്രം എന്നല്ല. അങ്ങനെയുള്ളൊരു ത്വര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റുക. അതുപോലെ തന്നെ പഴകിയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ, തുറന്നിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇനി ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. നമ്മളെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ IgM എന്ന് പറയുന്ന ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A തന്നെയാണോ, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, ഡോക്ടർ എഴുതി തരുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉടനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് A എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇങ്ങനൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നു ചേരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.